വാർത്തകൾ തുടരുന്നു. നിലമ്പൂർ ഗവൺമെന്റ് ITI കെട്ടിട നിർമ്മാണത്തിന് ഉടൻ ഫണ്ട് അനുവദിക്കണമെന്ന് SFI നിലമ്പൂർ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. ചോക്കാട് UP സ്കൂളിലെ വിദ്യാർത്ഥിനികളോട് അപമര്യാദയായി പെരുമാറിയ അധ്യാപകനെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും പ്രമേയത്തിലൂടെ ഏരിയ സമ്മേളനം ആവശ്യപ്പെട്ടു. എല്ലാം അസ്തമിക്കുകയാണ്, ചരിത്രത്തിന്റെ അവസാനമാണ് എന്നുള്ളതായിരുന്നു അന്ന് ലോകത്ത് പറഞ്ഞു കേട്ടിരുന്നൊരു വാക്ക്. ചരിത്രം അവസാനിക്കുകയാണ്. അന്ന് SFI പോലുള്ള പുരോഗമന പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളാണ് പറഞ്ഞത് ചരിത്രത്തിന് അവസാനമില്ല. ചരിത്രത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാം, പക്ഷെ ചരിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചരിത്രം മുന്നോട്ട് പോയി കൂടുതൽ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആവേശകരമായ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ സമ്മേളനങ്ങൾ ചെയ്തത്. കരുളായി പുള്ളിയിൽ സ്കൂളിൽ നടന്ന സമ്മേളനം DYFI ജില്ലാ ട്രഷറർ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ഷനോജ് അധ്യക്ഷനായിരുന്നു. ഷിജിത്ത് രക്തസാക്ഷി പ്രമേയവും ലക്ഷ്മി നിലമ്പൂർ അനുശോചന പ്രമേയവും നടത്തി. CPM നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം PT ഉമ്മർ, PK മുബഷീർ, മൻസൂർ, ആദില എന്നിവർ പ്രസംഗിച്ചു. J രാധാകൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. പുതിയ ഭാരവാഹികളായി M സനൂജിനെ പ്രസിഡന്റായും KM ഷഫീഖിനെ സെക്രട്ടറിയായും ലക്ഷി, നിസിൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷിജിത്ത്, അൻഷിത്ത് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും അബ്ദു, പ്രണവ്, തസ്നീം എന്നിവരെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായും തെരഞ്ഞെടുത്തു. മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികലാംഗർക്കുള്ള സ്മാർട്ട് കാർഡ് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ നിർവഹിച്ചു. ഈ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വികലാംഗരായ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അവര് നിശ്ചിത ഫോറത്തിൽ അപേക്ഷ കൊടുക്കുകയും പഞ്ചായത്തിൽ ഹാജരായി അവരുടെ വൈകല്യത്തിന്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും ചെയ്യണം. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഉഷ സച്ചിദാനന്ദൻ അധ്യക്ഷയായിരുന്നു. UP അബ്ദുറഹിമാൻ, K സുബൈദ, UP കുഞ്ഞുമുഹമ്മദ്, ഉഷ സന്തോഷ്, CK സിദ്ദീഖ്, ഉമ്മു കുൽസു, പ്രസന്ന ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരീന്ദ്രനാഥ് സ്വാഗതം പറഞ്ഞു. നിലമ്പൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും വാർഡ് തല കമ്മിറ്റി രൂപീകരണവും നടത്തി. നിലമ്പൂർ SI സുനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ സ്റ്റേഷൻ പരിധിയിലെ 5 ബീറ്റിൽ ഉൾപ്പെടുന്ന ഏനാന്തി പാത്തിപ്പാറ ഡിവിഷനിലെ വാർഡ് തല കമ്മിറ്റി രൂപീകരണവും സുരക്ഷാ പദ്ധതി ബോധവൽക്കരണ ക്ലാസുമാണ് നടത്തിയത്. ഏനാന്തി സെന്റ് തോമസ് പബ്ലിക് സ്കൂളിൽ നടന്ന പരിപാടിയിൽ CRO ജയദേവൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായി MM ഫിറോസ് ഖാൻ, K ശാന്തമ്മ, റിട്ടയർഡ് SI വിജയൻ പുലിക്കോട്ട്, സിനി എന്നിവർ സംസാരിച്ചു. കൌൺസിലർമാരായ MM ഫിറോസ് ഖാൻ, K ശാന്തമ്മ, റിട്ടയർഡ് SI വിജയൻ പുലിക്കോട്ട്, സിനി എന്നിവർ സംസാരിച്ചു. കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. നിലമ്പൂർ TBയിലാണ് അസോസിയേഷന്റെ യോഗം നടന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ 13/12/2011 ഇറക്കിയ ഉത്തരവിലെ അപാകതകൾ ഉടൻ പരിഹരിക്കണമെന്ന് നിലമ്പൂർ TBയിൽ ചേർന്ന കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 13/12/2011 ഉത്തരവ് പ്രകാരം 295 പേർക്ക് മാത്രമാണ് അംഗീകാരം നൽകുന്നത്. 2006 മുതൽ 2011 ജൂൺ വരെ അംഗീകാരമോ ശമ്പളമോ ലഭിക്കുകയില്ല. പാക്കേജ് ഇറക്കിയ 1/10/2011 വരെ നിലവിൽ KER പ്രകാരം നിയമനം ലഭിച്ചു. ലീവ് നിയമനം, റിട്ടയർമെന്റിലെ നിയമനം, 2010-2011 വർഷത്തെ സ്റ്റാഫ് ഫിക്സേഷൻ പ്രകാരം നിയമനം ലഭിച്ചവർ എന്നിവരുടെ നിയമനങ്ങൾ അംഗീകരിക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ജില്ലയിലാകെ വട്ടം കറക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, PWD നിരക്കിൽ വാടക നൽകുക, പൊതുവിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുക എന്നിവയും യോഗം ആവശ്യപ്പെട്ടു. ചടങ്ങ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി നാസർ എഡ്രിക്കോട് ഉദ്ഘാടനം ചെയ്തു. പാലമാട് ഭാസ്കരൻപിള്ള ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുണ്ടപ്ര ഉസ്മാൻ, സൈനുൽ ആബിദ് പട്ടർക്കളം, ഡോക്ടർ ധർമാനന്ദ സ്വാമി, സുഗതൻ പോത്തുകല്ല്, PP ഹുസൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെയും മൂത്തേടം ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ജൈവ വൈവിധ്യ രജിസ്റ്റർ രൂപീകരണ പരിശീലനം നടത്തി. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ VP അബ്ദുറഹിമാൻ, K സുബൈദ, UP കുഞ്ഞുമുഹമ്മദ്, സന്തോഷ്, CK സിദ്ദീഖ്, ഉമ്മു കുൽസു, പ്രസന്ന ഗിരീഷ്, ഡെയ്സി മത്തായി എന്നിവർ സംസാരിച്ചു. ജില്ലയിൽ എൻഡറോ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ആരോഗ്യ പ്രവർത്തകരും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കലക്ടർ MC മോഹൻദാസ് അറിയിച്ചു. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം കണ്ടെത്താൻ സാധ്യതയുള്ളത്. കൊണ്ടോട്ടി കുഴിമണ്ണയിലെ 11 മാസം പ്രായമുള്ള പെൺകുട്ടിയിലാണ് വൈറസ് കണ്ടെത്തിയത്.
കടുത്ത പനി മൂലം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന കുട്ടിയുടെ രക്തം, തൊലിയിലെ സ്രവം, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, മലത്തിന്റെ സാമ്പിൾ എന്നിവ മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ വൈറോളജി വകുപ്പിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത എൻറ്ററോ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി വൈറോളജി വകുപ്പ് മേധാവി ഡോക്ടർ അരുൺ സ്ഥിരീകരിച്ചു. ജില്ലയിൽ കൂടുതൽ ആളുകൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്നതിനാൽ കടുത്ത പനിയുമായി ആശുപത്രിയിൽ എത്തുന്ന കേസുകളിൽ സംശയമുള്ളവ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീന അറിയിച്ചു. കടുത്ത പനി മൂലം കൈ, വായ, കാൽപാദം എന്നിവയിൽ കുമിളകൾ രൂപപ്പെടുന്ന അവസ്ഥ ഇതിനു മുമ്പും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. സാധാരണ വൈറസുകളാണ് ഇത്തരം രോഗങ്ങൾക്ക് കാരണമാവുന്നത്. എന്നാൽ കടുത്ത പനിയോ ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസുമായോ ചികിത്സയ്ക്കെത്തുന്ന കുട്ടികളിൽ കൂടുതൽ തളർച്ച, പിടലിവേദന, കൂടുതൽ ഉറക്കം, ബ്രെയിൽ ഫീവർ എന്നീ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഉടൻ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. മണിപ്പാൽ മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ ലാബിൽ സൗജന്യ പരിശോധനയ്ക്കുള്ള സംവിധാനങ്ങളുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പരിശോധനാ ഫലം നൽകാനാകുമെന്ന് ഡോക്ടർ അരുൺ അറിയിച്ചു. പോളിയോ കഴിഞ്ഞാൽ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ വൈകല്യമുണ്ടാകുവാനുള്ള സാധ്യത എൻറ്ററോ വൈറസ് 71 മൂലമാണ്. കടുത്ത പനി തലച്ചോറിനെ ബാധിച്ച് ശരീരം തന്നെ തളർന്നു വരുന്ന അവസ്ഥ ഉണ്ടാവാം. അതിനാൽ പനി ബാധിച്ച കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുകയോ പൊതുസ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയോ ചെയ്യരുത്. മലവിസർജനം വെള്ളത്തിൽ കലരുന്നതിലൂടെയാണ് രോഗം പകരുന്നത്. കൈ നന്നായി കഴുകിയ ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. തെക്ക് കിഴക്ക് ഏഷ്യൻ രാജ്യങ്ങളിലും ചൈനയിലുമാണ് ഈ വൈറസ് കണ്ടെത്തിയിരുന്നത്. 2009-2010 കാലയളവിൽ ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ നിന്നെടുത്ത 61 സാമ്പിളുകളിൽ 1-ൽ ഈ വൈറസ് കണ്ടെത്തിയിരുന്നതായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പ്രസിദ്ധീകരിച്ച പഠനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ മലപ്പുറത്താണ് വൈറസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കേസ് കണ്ടെത്തിയാൽ സമാനമായ കേസുകൾ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ കാണാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യ പ്രവർത്തകർ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ പരിശോധന നടത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനത്തിനായി ഡോക്ടർ അരുണിന്റെ നേതൃത്വത്തിൽ വൈറോളജി വിദഗ്ധരുടെ സംഘം ഡിസംബർ 20-ന് ശേഷം ജില്ല സന്ദർശിക്കും. ഒരിടവേള കൂടി.